മേജർ രവി അസാമാന്യമായ തൊലിക്കട്ടിയാണ്. ഒരു രക്ഷയില്ല എന്ന് പറയേണ്ടി വരും. എമ്പുരാൻ കഴിഞ്ഞിങ്ങനെ ഇറങ്ങി വരിക, പടത്തിനെ കുറിച്ച് വാനോളം പുകഴ്ത്തുക, മല്ലിക സുകുമാരനെ കെട്ടിപ്പിടിക്കുക, ആശ്ലേഷിക്കുക, പൃഥ്വിരാജ്, മുരളി ഗോപി, ലാലേട്ടൻ ഇങ്ങനെ വന്നിട്ട് വലിയ വികാരത്തിൽ ഈ പടത്തിനെ കുറിച്ച് പറയുന്നു. സോഷ്യൽ മീഡിയ മുഖ്യധാര മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു ക്യാപ്ഷനുണ്ട് മേജർ രവിക്ക് കീഴിൽ. ഇപ്പോൾ ഓന്തിനെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ തൊലിയുടെ നിറം മാറ്റി, അഭിപ്രായത്തിൻ്റെ രീതി മാറ്റി എന്നുള്ളത് സത്യമാണത്. ഇങ്ങനെ ഒരു മനുഷ്യൻ മാറുന്നത് ഏറ്റവും ഒടുവിൽ ആന്റണി പെരുമ്പാവൂർ ഈ കഴിഞ്ഞ മണിക്കൂറിൽ വന്നിട്ട് കേരളത്തോട് വിളിച്ചു പറയാ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ അടങ്ങുന്ന കൂട്ടർ മോഹൻലാലിന് എല്ലാവർക്കും വ്യക്തമായി അറിയാമായിരുന്നു ഈ പടത്തിൻ്റെ കാതൽ എന്താണ് എന്ന്, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രമേയം എന്താണെന്ന് ഞങ്ങൾ പ്രിവ്യൂ കണ്ടവരാണ് എന്ന് പറയുമ്പോൾ ആരെയാണ് ഈ മേജർ രവിയൊക്കെ പൊട്ടനാകാൻ ശ്രമിക്കുന്നത്? ആരോടാണ് ഇദ്ദേഹം ഇത്ര ധാർഷ്ട്യം കാണിക്കുന്നത്? ഇങ്ങനെ വന്നിട്ട് ലാലേട്ടൻ മാപ്പ് പറയും, മോഹൻലാൽ മാപ്പ് പറയും, അറിയാതെ പൃഥ്വിരാജ് ചെയ്തതാണ്. അതിന് കീഴിൽ ഒരു മനുഷ്യനെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ മുഴുവനും ദിവസങ്ങളിൽ മുഴുവനും ലാലേട്ടനോട് രാജപ്പൻ ചെയ്ത ചതി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ കമന്റിന് താഴെയാണ് മിസ്റ്റർ മേജർ രവി ഈ നാട് മുഴുവൻ പൃഥ്വിരാജിനെ കുറ്റപ്പെടുത്തിയത്. പൃഥ്വിരാജ് എന്ന് പറയുന്ന അസാമാന്യ നട്ടെല്ല് കാണിച്ച അഭിനേതാവിൻ്റെ, സിനിമാ സംവിധായകന്റെ, ഈ നാട്ടിൽ എന്നും കൃത്യമായ നിലപാടുകൾ പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മേൽ സോഷ്യൽ മീഡിയ മുഴുവൻ കടന്നു കയറിയത് RSS സംഘപരിവാറുകാർ മുഴുവൻ കയറി കടന്നാക്രമിച്ച് കടന്നൽ കൂട്ടം പോലെ ഇവിടെ ചെയ്ത ചെയ്തികൾ മുഴുവനും നിങ്ങളുടെ പ്രസ്താവനയ്ക്ക് കീഴിലായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. ഇങ്ങനെ ഒരു നാടിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിനു മുമ്പ് മേജർ എന്ന് പറയുന്ന നാണമാകുന്നു. ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളെക്കുറിച്ച് പറയുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ഉള്ളിലുള്ള വികാരം തന്നെയാണോ അവർ പറയുന്നത് എന്ന് തോന്നിപ്പോയി. അതായത് മേജർ എന്ന് പറയുന്ന ഒരു വേർഡ് പോലും ചേരുന്നതല്ല എന്ന്. അത്രമാത്രം നിങ്ങളുടെ പേരിന് മുമ്പ് മേജർ എന്ന് പറയുന്ന ഒരു വാക്ക് ഇനി ചേർക്കാൻ, ആ ഒരു പദവി ഇനി ചേർക്കാൻ പോലും ഞങ്ങൾക്കും ലജ്ജ തോന്നുകയാണ്. ഒരു ഉളുപ്പില്ലാതെ, ഒരു നാണമില്ലാതെ, ഒരു ഉത്തരവാദിത്തമോ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആദർശവും നിങ്ങൾ വെച്ച് പുലർത്താതെ വന്നിട്ട് ഇങ്ങനെ ഒരു നാടിനെ തെറ്റിദ്ധരിപ്പിച്ചു. ലാൽ അറിയാതെയാണ് പൃഥ്വിരാജ് ഈ ഫിലിം ഇറക്കിയിരിക്കുന്നത് എന്ന് പറയുന്ന അല്പത്തരം പറയാൻ നിങ്ങൾ കാണിച്ച ആ ഒരു ആർജവമുണ്ടല്ലോ, അതിൻ്റെ മേൽ നല്ല നമസ്കാരം. ഒരു കാരണവശാലും നിങ്ങളെ ഇനി മേജർ എന്ന് കൂട്ടി വായിച്ചു വിളിക്കാൻ പോലും കഴിയാത്തത്ര അപഹാസ്യനായിരിക്കുന്നു നിങ്ങൾ എന്നുള്ളതാണ്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വോക്സ് ചെയ്യുന്ന നിരവധി വീഡിയോകളുണ്ട്. ആന്റണി പെരുമ്പാവൂർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പോലെ ഇതെല്ലാം നമുക്കിവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ലാൽ സാർ അറിഞ്ഞുകൊണ്ടാണ് ഈ സിനിമയുടെ പ്രമേയങ്ങൾ ഇത്തരത്തിൽ ആയത്. ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് പ്രിവ്യൂ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ, പൃഥ്വിരാജ്, മുരളി ഗോപി, ഞാൻ, ഗോകുലം ഗോപാലൻ, ലാൽ സാർ, ഞങ്ങളെല്ലാവരും ഒരു നാടിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വലിയ രീതിയിൽ ഗൗനിക്കുന്നവരാണ്. ഈ പ്രശ്നങ്ങളും ഈ വിവാദങ്ങളുമെല്ലാം അവസാനിക്കട്ടെ. എമ്പുരാൻ പോലെ സിനിമകൾ ഇനിയും ഉണ്ടാകണമെങ്കിൽ എമ്പുരാൻ വലിയ രീതിയിൽ ഒരു മാർക്ക് ചെയ്യപ്പെടണം ഈ ഇൻഡസ്ട്രിയിൽ. എമ്പുരാന് മുൻപും പിൻപും എന്ന് ഈ മലയാള സിനിമ വേർതിരിക്കപ്പെടുമെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ പൃഥ്വിരാജിനെ അനുകൂലിച്ചു കൊണ്ടിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ എമ്പുരാൻ ഒരു ദിശാസൂചികയാണ് മലയാള സിനിമയുടെ. വോക്സും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ പോലെ തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ സ്റ്റോറികളും അവസാനിപ്പിക്കുകയാണ്. എമ്പുരാൻ പറയാനുള്ളത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. എമ്പുരാനിൻ്റെ ദൗത്യവും നിർവഹിച്ചു കഴിഞ്ഞു. മേജർ രവിമാരെ പോലെയുള്ള അല്പന്മാർ ഇനിയും ഈ നാട്ടിൽ വെറുതെ കിടന്ന് കുരയ്ക്കട്ടെ. അതിനെല്ലാം അവർക്ക് അവകാശമുണ്ട്. പക്ഷേ എമ്പുരാൻ റീച്ച് ചെയ്യേണ്ടടുത്ത് എത്തിയെന്ന് തന്നെ വേണം കാണാൻ.